ഹായ്, ഞാൻ ഷെറിൻ ഡേവിസ്. SIP അതായത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. പല ഇൻവെസ്റ്റേഴ്സും ഇപ്പോഴും ഈ SIP എങ്ങനെ പ്ലാൻ ചെയ്യണമെന്നോ അത് എപ്പോൾ എക്സിറ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ എന്താണ് SIPയുടെ പ്രയോജനം, എന്തിനാണ് SIP ചെയ്യുന്നതെന്ന് അറിയാത്ത ആളുകളാണ് മിക്ക ആളുകളും. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് താഴ്ന്നു പോയപ്പോൾ SIP സ്റ്റോപ്പ് ചെയ്ത ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് ഈ സംശയം ഇതാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത്. വെൽക്കം ടു അവർ ചാനൽ ദ മണി കോൺട്രറിയൻസ്, പവർഡ് ബൈ ഹോംസ് ഫൈനാൻഷ്യൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന യഥാർത്ഥത്തിൽ എന്താണ് SIP എന്നുള്ളതാണ്. പലരും പറയുന്നത് എനിക്ക് മ്യൂച്വൽ ഫണ്ട് ഇല്ല, പക്ഷേ എന്നാൽ ഞങ്ങൾക്ക് SIP ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ മ്യൂച്വൽ ഫണ്ടിലേക്കാണ് നമ്മൾ എന്ത് ചെയ്ത് SIP ചെയ്യുന്നത്. അപ്പോൾ എന്ന് പല ആളുകൾക്കും അറിയില്ല. അപ്പോൾ ഇതൊരു തെറ്റിദ്ധാരണയാണ്. മ്യൂച്വൽ ഫണ്ടാണോ SIP ആണോ, രണ്ടും സെയിം തന്നെയാണ്. മ്യൂച്വൽ ഫണ്ട് എന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇക്വിറ്റി ഫണ്ടിൻ്റെ ഒരു മോശം വശം എന്ന് പറയുന്നത് എന്താണ്, ഒരു വലിയ തുക ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് പെട്ടെന്ന് താഴേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ പെട്ടെന്ന് താഴെ പോകും. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പണം എന്ന് പറയുന്നത് കുറയും. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ വലിയ നഷ്ടം ഒഴിവാക്കാനായിട്ട് നമ്മൾ മന്ത്ലി എന്ത് ചെയ്യും, ഒരു നിശ്ചിത തുക മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് SIP എന്ന് പറയുന്നത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടും SIPയും രണ്ടും രണ്ടല്ല. അത് ഒരു മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സംവിധാനത്തിലേക്ക് നമ്മൾ മാസാമാസം ഒരു തുക ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ SIP എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ SIPയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, മാർക്കറ്റിലെ പല വിലകളിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ ഒരു ഇൻവെസ്റ്റർക്ക് നിക്ഷേപിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഏറ്റവും വലിയ പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോഴും താഴേക്ക് പോകുമ്പോഴും എന്ത് ചെയ്യും, SIP നമ്മൾ ബൈ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് പല വിലകളിൽ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ SIP നിർത്തണോ, ഇത് പല ഇൻവെസ്റ്റേഴ്സിനും ഒരു ഡൗട്ടാണ്. അപ്പോൾ മാർക്കറ്റ് ഒരിക്കലും നമുക്ക് SIP, അതായത് മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ ഒരിക്കലും നമ്മൾ എന്ത് SIP നിർത്തരുത്. കാരണം നിങ്ങളുടെ ഓരോ മന്ത്ലി പർച്ചേസും പല വിലകളിലായിരിക്കും പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റ് ഉയർന്നു നിന്നപ്പോൾ നമ്മൾ വലിയ വിലയ്ക്കായിരിക്കും അത് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ആവറേജ് ചെയ്യുന്ന എപ്പോഴാണ്, മാർക്കറ്റ് താഴേക്ക് പോകുമ്പോഴാണ്. അപ്പോൾ താഴ്ന്ന വിലയിൽ വാങ്ങുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. കാരണം മുകളിലെ വിലയിൽ നിന്ന് മേടിച്ച ആ സെയിം മ്യൂച്വൽ ഫണ്ടിൽ തന്നെ ഏറ്റവും താഴ്ന്ന വിലയിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എന്ത്, മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന SIP ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യരുത്, മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ ഒരിക്കലും നമ്മൾ എന്ത് SIP നമ്മൾ സ്റ്റോപ്പ് ചെയ്യരുത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഒഴിവാക്കാനായിട്ട് നമ്മൾ പരമാവധി ശ്രമിക്കണം. അപ്പോൾ അതുകൂടാതെ ഇൻവെസ്റ്റേഴ്സ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, SIP എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടേം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ അല്ല. അത് പല മാർക്കറ്റ് സൈക്കിളുകൾ, അതായത് എന്താണ്, ഇപ്പോൾ നമ്മൾ പല മാർക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺസും എല്ലാ കറക്ഷൻസും ഇതെല്ലാത്തിലും നന്നായിട്ട് റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ലോങ് ടേം ആയിട്ട് നമ്മൾ SIP ചെയ്യണം. ഇപ്പോൾ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ അഥവാ SIP എന്നത്, അപ്പോൾ ഇത് നമ്മൾ ബുദ്ധിപൂർവ്വം മനസ്സിലാക്കി മാർക്കറ്റിൻ്റെ എല്ലാ സ്വഭാവങ്ങളിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ലാഭമുണ്ടാക്കുന്ന ഒരു രീതിയാണ് SIP എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നല്ല ഫണ്ടുകൾ സെലക്ട് ചെയ്തിട്ട് വേണം നമ്മൾ SIP ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി പലരും ചെയ്യുന്ന ഒരു തെറ്റെന്ന് പറയുന്നതാണ്, അതായത് SIP നടത്താനായിട്ട് ഒരു മ്യൂച്വൽ ഫണ്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അത് പാസ്റ്റ് പെർഫോമൻസ് നോക്കി മാത്രമാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. കാരണം പാസ്റ്റ് പെർഫോമൻസ് നോക്കി മാത്രം നമ്മൾ SIP ചൂസ് ചെയ്താൽ നമുക്ക് വലിയ രീതിയിൽ നഷ്ടങ്ങളുണ്ടാവും. കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ ലാസ്റ്റ് 2-3 കൊല്ലമായിട്ട് സ്മോൾ ക്യാപ് ഫണ്ടുകൾ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഈ സ്മോൾ ക്യാപ് ഫണ്ടുകൾ റിട്ടേൺ കണ്ടിട്ട് നമ്മളെല്ലാവരും SIP സ്റ്റാർട്ട് ചെയ്ത് സ്മോൾ ക്യാപ് ഫണ്ടിലാണ്. പക്ഷേ എന്ത് സംഭവിച്ചത്, ഈ സെപ്റ്റംബർ മുതലുണ്ടായ ഒരു കറക്ഷനിൽ ഏറ്റവും കൂടുതൽ ഡിസ്കൗണ്ട് ചെയ്യപ്പെട്ടതും അല്ലെങ്കിൽ താഴേക്ക് പോയതും സ്മോൾ ക്യാപ് ഫണ്ടുകളാണ്. അപ്പോൾ നമ്മൾ പാസ്റ്റ് പെർഫോമൻസ് നോക്കി മാത്രം എന്ത് ചെയ്യരുത്, നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യരുത്. പിന്നെയെങ്കിലും എന്ത് ചെയ്യണം, നമ്മൾ SIP സെലക്ട് ചെയ്യുമ്പോൾ നമ്മളൊരു എക്സ്പെർട്ടിൻ്റെ സഹായത്തോടെ മാത്രം അത് ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരു എക്സ്പെർട്ട് ആകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഈ പാസ്റ്റ് പെർഫോമൻസ് മാത്രമല്ല ഒരു SIP ചെയ്യുന്ന സമയത്ത് മ്യൂച്വൽ ഫണ്ട് നോക്കേണ്ടത്, അത് അതിൻ്റെ ഒരു ഫ്യൂച്ചറിലേക്കുള്ളൊരു പ്രോസ്പെക്ട്സ്, അത് വരും കാലങ്ങളിൽ ആ പോർട്ട്ഫോളിയോ എങ്ങനെ നന്നായിട്ട് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ വരും കാലങ്ങളിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളിൽ അതിൽ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നല്ല ഫണ്ട് മാനേജറാണോ, അല്ലെങ്കിൽ എത്രമാത്രം ഇൻവെസ്റ്റ്മെൻറ്റ്സ് അതിലുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഒരു ഫണ്ട് സെലക്ട് ചെയ്യാനും അതിൽ SIP ചൂസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കൊരു SIP ചെയ്യുമ്പോൾ ഒരു എക്സ്പെർട്ടിൻ്റെ ഒരു സഹായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ അത് മാനേജ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. വി ആർ ഹിയർ ടു ക്രിയേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വിന്നേഴ്സ്. താങ്ക് യു.